അസ്സലാമലൈക്കും. ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നെയ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ നെയ്മീനോട് കറി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാനൊരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവ എല്ലാം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള കുഞ്ഞിയതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 5ഓളം പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത് കുറച്ച് കുടംപുളിയാണ്. ഇത് ഞാൻ ചുടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പോളം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ പുളി നന്നായി തിളച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാ മുളക് പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ പൊടികളെല്ലാം കൂടി നന്നായി വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ പൊടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ വറുക്കുന്നില്ല, അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇനി ഈ പുളിക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ എടുത്തേക്കണം കേട്ടോ. അത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലകളെല്ലാം നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് മീൻ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുള്ളി ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ ചെറുള്ളി താളിക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുള്ളി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറീനെ നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം.